നടക്കണേനു. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഷീറ്റ് അടിക്കാൻ കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഷീറ്റ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ റബ്ബർ വെട്ടാൻ എപ്പോൾ തുടങ്ങിയോ അപ്പോഴൊക്കെ മഴ കേട്ടോ. അപ്പോൾ ഇന്നും അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ഒന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നും മഴ പെയ്യുന്ന അവസ്ഥയിൽ തന്നെയാണ്. നല്ല മൂടലുണ്ട്. ഇന്നലെ രാവിലെ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും മഴേൻ്റെ എന്താ പറയുക കാലാവസ്ഥയൊക്കെ മാറി വൈകുന്നേരം ഒന്ന് പെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഇങ്ങനത്തെ കാലാവസ്ഥയാണ്. അങ്ങനെ ഷീറ്റൊക്കെ അടിച്ച് വന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് ഉണക്കിയിടണം. വെള്ളം ഒന്ന് ആറിക്കഴിഞ്ഞ് പുകപ്പുരയിലേക്ക് മാറ്റും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം, കുറച്ച് അലക്കാനുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ പണി മുടക്കിയതുകൊണ്ട് ഇപ്പം എന്താ പറയുക ഡബിൾ പണിയാണിപ്പോൾ. ഒന്നാമത് നമ്മൾക്ക് പിന്നെ റബ്ബർ പാലൊക്കെ എടുത്ത് വന്നാൽ തന്നെ മടുത്തു പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇനി അലക്കലൊക്കെ കൂടിയാകുമ്പോഴേക്കും ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ റബ്ബർ പാലൊന്നും എടുക്കാൻ പോയില്ല, ഷീറ്റ് അടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും എന്താ പറയുക റബ്ബർ പാൽ എടുക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. നല്ല നടുവേദനയൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ മഴയും കൂടി ആയതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും ഉണക്കിയെങ്കിലും എടുക്കുമായിരുന്നു. അതും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അത് കഴിഞ്ഞിട്ട് മക്കളെ കൂട്ടാൻ പോയതാട്ടോ ഞങ്ങൾ നടന്നു വരുമ്പോൾ കുറച്ച് സമയമാവും. കാരണം വീട്ടിലെ വിശേഷം, സ്കൂളിലെ വിശേഷം, നാട്ടുവിശേഷം എല്ലാം പറഞ്ഞ് അങ്ങനെ മെല്ലെ നടന്ന് വരും കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ. മീനങ്ങാടി ഒരു ചെസ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഞങ്ങളെല്ലാവരും കൂടി ട്രോഫിയിൽ സ്റ്റിക്കർ ഒട്ടിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ചെസ് ടൂർണമെൻറ്റിന് പോയാൽ നല്ല രസമായിട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ പിന്നെ ട്രോഫിയിൽ സ്റ്റിക്കർ ഒട്ടിക്കുക, പിന്നെ കുട്ടികളുടെ പുറകെ ഓടുക, അങ്ങനെ നല്ല രസമാണ്. വൈകുന്നേരം വരെ നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആ കൂടെ ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈനുവിൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പം അവളോട് സംസാരിച്ചങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചായയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ട്രോഫി വിതരണമായിരുന്നു വൈകുന്നേരം ആയപ്പം. അപ്പോൾ LP സെക്ഷനിൽ തക്കുടൂൻ കേട്ടോ 5ാം സ്ഥാനം. പിന്നെ നൈനികയ്ക്ക് UP സെക്ഷനിൽ 2ാം സ്ഥാനമായിരുന്നു കേട്ടോ. കളിക്കാരി ഈ ടൂർണമെന്റിൽ 5 പോയിന്റ്. ഈ ടൂർണമെന്റില് നൈനിക നേടിയെടുത്തത് 6 പോയിന്റാണ്. ആൺകുട്ടികൾക്കൊപ്പം മത്സരിച്ച് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് നൈനികയ്ക്ക് നല്ലൊരു കഴിയും. 3ാം സ്ഥാനം. ഇത് ദീപാവലീൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അമ്മയും മക്കളെല്ലാവരും കൂടി നമ്മൾ ചിരാത് കത്തിക്കുകയാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടം 2 പേർക്കും കേട്ടോ. വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം വിളക്ക് കത്തിച്ചതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മക്കളെന്നാൽ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയും ഒക്കെ കൂടി ആയപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, നിങ്ങളിവിടെ വിളക്ക് കത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് രാവിലെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ അവൾ നൈനൂനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം പോകാമെന്നുള്ള രീതിയിലായിരുന്നു നിന്നെ. പിന്നെ എന്താ പറയുക ഏട്ടൻ പറഞ്ഞു പിന്നെ മഴയൊക്കെ അല്ലേ, നല്ല ഇടിയും മിന്നലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഏട്ടൻ പറഞ്ഞു മഴ ആയതുകൊണ്ട് ഇനി പോകണ്ട. പിന്നെ ഏട്ടൻ പോയിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ വരുമ്പോഴേക്കും ഞങ്ങൾ ചിരാതൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ഞാൻ നോക്കട്ടെപ്പാ. ഞാൻ അവിടെ ഇരിക്കട്ടെ. അവിടെ പുറത്ത് ലൈറ്റ് ഇട്ടിട്ട് വരണം. ഇതല്ലമ്മ, പാറ്റ പാറ്റ ഇവിടെ. പക്ഷി